ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ എന്നോട് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷകൾക്ക് ഏതൊക്കെ ബുക്കുകളാണ് പഠിക്കണത്, അതൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ പഠിക്കാതിരിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയ്ക്ക് നീറ്റൊന്നായിട്ടല്ല ഇരിക്കുക. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കാരണം അത്യാവശ്യം നീറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ബുക്കുകൾ ഏതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യണതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ബുക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. LD ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടറിസ്റ്റിൻ്റെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബുക്കുകളാണിത്. ഞാൻ ഓരോ ബുക്കുകളായിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ LD ടൈപ്പിസ്റ്റിന് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു ബുക്കാണ് പ്രൈം PSCയുടെ ഈ ടൈപ്പിസ്റ്റിൻ്റെ ബുക്ക് എന്ന് പറയുന്നത്. ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടറിസ്റ്റിൻ്റെ സ്മാർട്ട് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് പ്രൈം PSCയുടെ ഒരു ബുക്കാണ്. ഇത് 5th എഡിഷനാണ് കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ എഡിഷനും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും പുതിയ എഡിഷൻ നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അത്യാവശ്യം കുറച്ചൊക്കെ ഞാൻ പഠിച്ച് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ റിവിഷൻ പോലെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതിൽ ചില ടോപ്പിക്കുകളൊന്നും നമുക്ക് വേണ്ട, നമ്മൾ സിലബസ് നോക്കിയിട്ട് അതിനനുസരിച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ബുക്കിൻ്റെ വില എന്ന് പറയണത് 340 രൂപയാണ്. പിന്നെ ഞാൻ പ്രൈം PSCയുടെ തന്നെ PYQs ആണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈം PSCയുടെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പുതിയത് വാങ്ങിച്ചത് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനി യൂസ് ചെയ്യണം. അത്യാവശ്യം കുറച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി റിവിഷനൊക്കെ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ഉപകാരമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ബുക്ക്. പിന്നെ ഞാൻ കഴിഞ്ഞ തവണത്തെ ടൈപ്പിസ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വാങ്ങിച്ചൊരു ബുക്കാണ് ദിശ പബ്ലിക്കേഷൻ്റെ ASDF എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ബുക്ക്. ഇതും എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. കഴിഞ്ഞ വട്ടത്തിൽ എനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലാണ് മെയിനായിട്ട് മാർക്ക് പോയത്. ഇത് യൂസ് ചെയ്ത കാരണം എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്നും വേർഡ് പ്രൊസസ്സിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബുക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിലാണ് എൻ്റെ ഏറ്റവും കൂടുതൽ മാർക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മലയാളമാണ് ഞാനിപ്പോൾ മലയാളം ഇംഗ്ലീഷുമാണ് ഞാനിപ്പോൾ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബുക്കുകളാണ് ഇത് രണ്ടും. ഇത് ലക്ഷ്യയുടെ സ്കൂൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. ഇതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് ഈ ബുക്കാണ് കേട്ടോ, ലളിതം പബ്ലിക്കേഷൻ്റെ ഈ ഒരു ബുക്ക്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി PYQs ആണ്. ഇത് ഞാൻ ഡെയിലി രണ്ടെണ്ണം വീതം നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മലയാളം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് 290-ലധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളുണ്ട് ഇതിൽ. 340 രൂപയാണ് കേട്ടോ ബുക്കിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ മാതൃകാ ചോദ്യങ്ങളും മുൻവർഷത്തെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഒരു 293 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഡെയിലി ഞാൻ നോക്കും. ഡെയിലി നോക്കും. കാരണം മലയാളം ഇംഗ്ലീഷിലാണ് മെയിനായിട്ട് എൻ്റെ മാർക്ക് പോകുന്നുണ്ടായിരുന്നത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ. അപ്പോൾ മലയാളം ഇംഗ്ലീഷ് ഞാൻ മുടങ്ങാണ്ട് എല്ലാ ദിവസവും നോക്കും. അപ്പോൾ ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് ഇപ്പോൾ തോന്നി. പിന്നെ മലയാളം ഇംഗ്ലീഷൊക്കെ പഠിക്കണത് എനിക്ക് LDCയുടെ എക്സാമിനും ഗുണം ചെയ്യും. കാരണം ഇംഗ്ലീഷും മലയാളം അതിലും ഉണ്ടല്ലോ. അപ്പോൾ അതെനിക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ നോക്കുന്നത് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ടാലൻറ്റിൻ്റെ ഗിരീഷ് നെയ്യാറിൻ്റെ മുമ്പത്തൊരു ബ്ലൂ കളറിലുള്ളൊരു ബുക്കില്ലേ, അതായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ എൻ്റെ വീട്ടിലാണ്, അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല. ഇതാണിപ്പോൾ ആളുടെ ഏറ്റവും പുതിയ എഡിഷനാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് ടാലൻറ്റിൻ്റെ ഗിരീഷ് നെയ്യാർ സാറിൻ്റെ ബുക്ക്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പത്തെ ബുക്ക് ഒരു ഇതായിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഓരോ ടോപ്പിക്കും എഴുതും. പിന്നെ ആൻറ്റോണിംസ്, സിനോണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫ്രേസൽ വെർബ്സ്, സ്പെല്ലിങ്സ്, ഇതെല്ലാതും ഒരു 3 എണ്ണം വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും നോക്കും. അപ്പോൾ അതിനാണ് ഈ ബുക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ കാണിച്ചത് ലളിതം പബ്ലിക്കേഷൻ്റെ ബുക്ക്, മലയാളത്തിൻ്റെ ബുക്ക് പോലെ തന്നെ PYQs, ഇംഗ്ലീഷിൻ്റെ PYQs ഉള്ള ബുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. ഡെയിലി ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പർ വീതം ഇതും ഇംഗ്ലീഷും പഠിക്കാൻ വേണ്ടിയിട്ട് ഇതും യൂസ് ചെയ്യാറുണ്ട്. ഇതിലും ഇതേപോലെ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ വരുന്നുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. 203 ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളാണ് ഉള്ളത്. അപ്പോൾ ഞാനിതിൽ 10-70 എണ്ണമൊക്കെ ഞാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് വരുന്ന ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 320 രൂപയാണ്. 320 രൂപ. അപ്പോൾ ഇതും നല്ല അടിപൊളി ബുക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ടൈപ്പിസ്റ്റ് പരീക്ഷകളുടെ കൂടെ തന്നെ ഞാൻ LD പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വൊക്കാസ്പീഡിയയുടെ ഈ 2 ബുക്കുകളാണ് കേട്ടോ. ഇത് PYQൻ്റെ ബുക്കുകളാണ് മെയിനായിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ഓരോ ടോപ്പിക്ക് വീതം ഇതിൽ നിന്ന് ഞാൻ പഠിക്കും. അപ്പോൾ എല്ലാ ടോപ്പിക്കും ഒരു ദിവസം ഒരു ടോപ്പിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും ഞാൻ പറയണില്ല. പറ്റണ പോലെ ഞാൻ പഠിക്കാറുണ്ട്. കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് നമ്മുടെ സിലബസിൽ നോക്കിയിട്ട് യൂറോപ്യന്മാരുടെ ആഗമനം, അപ്പോൾ അത് നോക്കും. അപ്പോൾ അതിലുള്ള പ്രീവിയസ് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ കുറേശ്ശേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അത് നോക്കും. തിരുവിതാംകൂർ ചരിത്രം, അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഒരു ദിവസം യൂറോപ്യന്മാരുടെ ആഗമനമാണെങ്കിൽ രണ്ടാമത്തെ ദിവസം തിരുവിതാംകൂർ ചരിത്രം, അങ്ങനെ ഓരോ ടോപ്പിക്ക് ഇതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ LDCക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ. LDC എന്തായാലും വിളിക്കുമ്പോൾ ഈ കൊല്ലം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത കൊല്ലമൊക്കെ ആയിട്ടാവും വിളിക്കുക. അപ്പോൾ പിന്നെ ചെറിയൊരു പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. മാത്സ് ഇപ്പം ഞാൻ നോക്കുന്നില്ല. മാത്സ് എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് മാത്സ് ഇപ്പം ഞാൻ നോക്കുന്നില്ല. എന്ന് വെച്ചാൽ തീരെ നോക്കാണ്ടിരിക്കണില്ല, കുറച്ചൊക്കെ നോക്കും. പിന്നെ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ വൊക്കാബ്സ്പീഡിയയുടെ കറണ്ട് അഫയേഴ്സ് ഇപ്പം ഞാൻ 2025 ജനുവരിയിലത്തെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അല്ലാതെ ഞാൻ PDF പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് പഠിക്കും. ഇതിപ്പോൾ 2 മാസത്തെ ഉണ്ട്. ജനുവരിയിലത്തെയും ഫെബ്രുവരിയിലത്തെയും PDF ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2025 കറണ്ട് അഫയേഴ്സാണ് ഞാനിപ്പോൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഉണ്ടല്ലോ അങ്ങനെ ബുക്കുകൾ. അപ്പോൾ ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ഈ ബുക്ക് മസ്റ്റായിട്ട് വേണം. എനിക്കിത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ കോലൊക്കെ ഞാൻ ഒരുപാട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് എന്തായാലും വാങ്ങിച്ചോളാം. ഏറ്റവും പുതിയ എഡിഷനാണ് ഇത്. അപ്പോൾ ഇത് തന്നെ എന്തായാലും നോക്കി വാങ്ങിച്ചോളാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ PYQ പ്രാക്ടീസ് ചെയ്യാനുള്ള ഈ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്കും കൂടി വാങ്ങിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.